ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം എത്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായികമറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറി മിന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കലരുളിയിടുക സർവകാലം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവി നമഃ. ഭഗവാനും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് ഇന്ന് കാണാനുള്ളത് 86-ാമത്തെ അധ്യായമാണ്. ശ്രീമൻ നാരായണീയത്തിലെ 86-ാമത്തെ അധ്യായം. 86-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ദശകത്തിലെ ഒരു ശ്ലോകത്തില് മേൽപ്പത്തൂർ ആചാര്യൻ മഹാഭാരത യുദ്ധം, ആ യുദ്ധത്തിന്റെ സമയത്ത് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ രൂപത്തില് അർജുനന് കൊടുത്തിട്ടുള്ള ഉപദേശം, ഇത് വളരെ സാമർഥ്യത്തോട് കൂടിയിട്ട്, കഴിവോട് കൂടിയിട്ട് സംക്ഷേപിച്ചിട്ട് ഒരു ശ്ലോകത്തില് നമുക്കറിയാം. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വിപുലമാണ്. 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും ഒക്കെ ആയിട്ട് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിനെയാണ് 1034 എന്ന് ചിലർ പറയും, 1036 എന്ന് ചിലർ കൂട്ടും. അങ്ങനെയുള്ള നാരായണീയത്തിലേക്ക് ആ വലിയ ക്യാൻവാസിനെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും ഭട്ടതിരി സ്വന്തം മനോധർമ്മം, അതേപോലെ മറ്റ് പുരാണങ്ങളിലുള്ളത്, അതിലൊക്കെ ഗർഗഭാഗവതത്തിലുള്ളത്, മറ്റു പുരാണങ്ങളിലുള്ളത്, ഹരിവംശത്തിലുള്ളത് ഒക്കെ ആഡ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എത്ര ഭംഗിയായിട്ടാണ് സംക്ഷേപിച്ചിട്ട് എബ്രിഡ്ജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മളിൽ വളരെയധികം അത്ഭുതം ജനിപ്പിക്കും. ദശകം 86 തുടങ്ങുന്നത് സാൽവൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിനെ ഭഗവാൻ വധിക്കുന്നതോട് കൂടിയിട്ടാണ്. സാൽവൻ എന്ന് പറഞ്ഞ രാജാവ് ദുഷ്ട രാജാക്കന്മാരുടെയൊക്കെ സുഹൃത്തായിരുന്നു. ജരാസന്ധന്റെ, അതുപോലെ ശിശുപാലന്റെ, ദന്തവക്ത്രന്റെ, അവരുടെയൊക്കെ സുഹൃത്തായിരുന്നു സാൽവൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ്. ആ രാജാവിനെ കൊന്നതിനെ പറ്റി പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാഭാരതത്തിലെ പരാമർശിക്കപ്പെട്ട കുറെ ഭാഗങ്ങളും ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളും 11 ശ്ലോകങ്ങളുള്ള ഈ അധ്യായത്തില് വളരെ ഭംഗിയായിട്ട് ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ വൃത്തം ശ്രദ്ധര എന്നുള്ളതാണ്. ശ്രദ്ധരയാണ് ഒന്നാമത്തെ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം, അതേ വൃത്തത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്, ശ്രദ്ധര വൃത്തത്തില്. സാല്ലോ ഭൈഷ്മീ വിവാഹേ യദുബലവിജിതശ്ചന്ദ്രചൂഡാദ്വിമാനം വിന്ദൻ സൗഭം സമായി ത്വയി വസതി ഗുരും ത്വൽപുരീമഭ്യഭംക്ഷീത് പ്രദ്യുമ്നസ്തം നിരുന്ധൻ നിഖില യദുഭടേർന്യഗ്രഹീത്
ഉഗ്രവീര്യം തസ്യാമാദ്യം ദ്യുമന്തം വ്യജനിജ സമര സപ്തവിംശത്യഹാന്ത. സാൽവൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന് രുക്മിണി സ്വയംവര വേളയില് വളരെ സങ്കടം തോന്നി. കാരണം എന്താ വെച്ചാല് തന്റെ സുഹൃത്തായിട്ടുള്ള ശിശുപാലന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ട വധുവായിരുന്നു രുക്മിണി. സ്വയംവരം എന്ന പേരായിരുന്നു, പക്ഷേ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിവാഹമാണത്. സാധാരണ ഒരു വിവാഹം പോലെ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് പിന്നീട് രുക്മിണി ദേവി അതിനെ സ്വയംവരമാക്കി മാറ്റി. എങ്ങനെ? അവിടെ വെച്ചിട്ട് ഭഗവാനെ സ്വീകരിക്കുന്നതിലൂടെ, പരനായിട്ട് സ്വീകരിക്കുന്നതിലൂടെ ദേവി അത് സ്വയംവരമാക്കി മാറ്റി. ആ സമയത്ത് ശിശുപാലനെ സഹായിക്കാൻ പറ്റാത്തതിന് രുക്മിണി ദേവിയുടെ തന്നെ സഹോദരനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള രുക്മിക്ക് ഭഗവാനെ തന്റെ സഹോദരിയുടെ ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അങ്ങനെ രുക്മി യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെയുള്ള രുക്മിയെയും സഹായിക്കാൻ പറ്റിയില്ല, ശിശുപാലനെയും സഹായിക്കാൻ പറ്റിയില്ല. കാരണം കൃഷ്ണനും ബലരാമനും അത്ര ഭംഗിയായിട്ടാണ് യുദ്ധം ചെയ്തത്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി മടങ്ങി. തന്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് ഒരു സാധാരണ ഒരാൾക്ക് ദുഃഖം തോന്നും. ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടിൽ അത് കുറച്ച് അധികവും തോന്നും. അങ്ങനെ തിരിച്ചു വന്നിട്ട് സാൽവൻ ചെയ്തത് മഹാദേവനെ തപസ് ചെയ്തു. തപസ് ചെയ്തിട്ട് മഹാദേവന്റെ കയ്യിൽ നിന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു രഥം കൈക്കലാക്കി. സാധാരണ രഥം ഭൂമിയിൽ കൂടിയാണ് സഞ്ചരിക്കുക. സാൽവൻ കൈക്കലാക്കിയ രഥം അത് ആകാശത്തിൽ കൂടെ പോണതാണ്, ആകാശരഥം. അതും പലപ്പോഴും അത് ആർക്കും കാണാനും കൂടി പറ്റില്ല. അങ്ങനത്തെ തരത്തിൽ അതിന് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രഥം കയ്യിൽ കിട്ടിയാൽ ഒരു യോദ്ധാവിന് അത് എത്ര ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് സാൽവൻ ദ്വാരകയിലേക്ക് വന്നു. ഏത് സമയമാണ് തിരഞ്ഞെടുത്തത്? ഭഗവാൻ പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന സമയമായിരുന്നു. കാരണം ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ചിട്ട് യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തുകയാണ്. ആ സമയത്ത് ഭഗവാൻ പത്നിമാരോടുകൂടിയൊക്കെ അവിടെ പോയി. ഇവിടെ ബാക്കി കുറച്ചു പേര് മാത്രമേ ദ്വാരകയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദ്വാരകയിൽ കുറച്ചു പേര് മാത്രമുള്ള സമയം അവസരം നോക്കിയിട്ടാണ് സാൽവൻ വന്നത്. സാല്ലോ ഭൈഷ്മീ വിവാഹേ യദുബല വിജിതശ്ചന്ദ്രചൂടാത് വിമാനം വിന്ദൻ. സാൽവൻ ഭൈഷ്മിയുടെ വിവാഹ സമയത്ത്, ഭൈഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുക്മിണി ദേവിയുടെ അച്ഛന്റെ പേരായിരുന്നു ഭീഷ്മകൻ. ഭീഷ്മകന്റെ പുത്രിയായിട്ടുള്ള ദേവി രുക്മിണി ദേവി. ഭൈഷ്മി ദേവിയുടെ വിവാഹ സമയത്ത് സാൽവൻ തോൽപ്പിക്കപ്പെട്ടു. ആരാൽ? യാദവ സൈന്യങ്ങളാൽ തോൽപ്പിക്കപ്പെട്ടു. അതിന് സങ്കടം തോന്നിയിരുന്നു. അതുകൊണ്ട് ചന്ദ്രചൂഡന്റെ കയ്യിൽ നിന്ന്, ചന്ദ്രചൂഡൻ മഹാദേവന്റെ കയ്യിൽ നിന്ന് ഒരു വിമാനം കൈക്കലാക്കി, വിന്ദൻ കൈക്കലാക്കി. ആ വിമാനത്തിന്റെ പേര്, അഥവാ രഥത്തിന്റെ, ആകാശരഥത്തിന്റെ പേരാണ് സൗഭം. സൗഭം സമായി ത്വയി വസതി കുരും. സാൽവനാണെങ്കിലും സാധാരണ രാജാക്കന്മാരൊക്കെ നന്നായി യുദ്ധം ചെയ്തു ആയുധം എടുത്തിട്ട്. സാൽവനൊരു വിശേഷതയുണ്ട്, നല്ല പോലെ മായ പ്രവർത്തിക്കാൻ അറിയാമായിരുന്നു. മായ ഉപയോഗിച്ചിട്ട് എതിരാളികളെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. മായക്കാരനായിരുന്നു. അങ്ങനെയുള്ള സാൽവൻ എന്ത് ചെയ്തു? ഭഗവാൻ കുരുക്ഷേത്രത്തില് ത്വയി വസതി കുരും, ഭഗവാൻ കുരുക്ഷേത്രത്തില്, അതായത് ഇന്ദ്രപ്രസ്ഥത്തില് യുധിഷ്ഠിരാദികളുടെ കൂടെ താമസിക്കുന്ന കാലത്ത് ആ സൗഭം എന്ന് പറയുന്ന രഥം കൂടെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ അവിടുത്തെ പുരിയിലെത്തി. മേൽപ്പത്തൂർ ആചാര്യൻ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട്, ആ വാതിൽ മാടത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ നോക്കി ഇങ്ങനെ പറയണം. ആ കാലത്ത് സാൽവൻ ഭഗവാനെ അവിടുത്തെ പുരിയിലും ത്വത് പുരിയും അഭ്യഭാംക്ഷീത്, അവിടുത്തെ ദ്വാരകാപുരിയുടെ മുകളിൽ ചാടി വീണു, ആക്രമിക്കാനെത്തി. പ്രദ്യുമ്നസ്തം നിരുന്ധൻ നിഖിലയതുപടൈർന്യഗ്രഹീത ഉഗ്രവീര്യം തസ്യാമാദ്യം ദ്വിമന്തം. ആ സമയത്ത് ഭഗവാന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ ദ്വാരകയിലുണ്ടായിരുന്നു.
പ്രദ്യുമ്നൻ എല്ലാ യദു സൈന്യങ്ങളെയൊക്കെ കൂട്ടിയിട്ട്, യാദവ സൈന്യങ്ങളെയൊക്കെ കൂട്ടിയിട്ട്, ഉണ്ടായിരുന്നവരെല്ലാം കൂട്ടിയിട്ട് തടുത്തു നിർത്തി. സാൽവനെ തടുത്തു നിർത്തി. എന്നിട്ട് നിരുന്ധൻ തടുത്തു നിർത്തി. അദ്ദേഹത്തിന്റെ സാൽവന് വളരെ പ്രതാപിയായിട്ടുള്ള നല്ല ശൗര്യവും വീര്യവും ഒക്കെ ഉള്ള ഒരു അമാത്യനുണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ദ്യുമന്തൻ. ദ്യുമന്തനെ, ദ്യുമാൻ എന്നാണ് പേര്, ദ്യുമാൻ. ദ്യുമന്തൻ എന്ന് പറഞ്ഞാൽ ദ്യുമാനെ. ദ്യുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മന്ത്രിയെ കൊല്ലുകയും ചെയ്തു പ്രദ്യുമ്നൻ. സാൽവനെ കൊന്നില്ല, പക്ഷെ സാൽവന്റെ ഉഗ്രപ്രതാപിയായിട്ടുള്ള മന്ത്രിയെ കൊന്നു, ദ്യുമാനെ കൊന്നു. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അപ്പോഴേക്കും ഭഗവാൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ വിവരം. ഇവിടെ ഇങ്ങനെ ദ്വാരകാപുരിയിലെ സാൽവൻ സൗഭത്തോടുകൂടി, സൗഭം എന്ന് പേരുള്ള രഥത്തോടുകൂടി വന്നിട്ട് ആക്രമണം അഴിച്ചു വിട്ടിരിക്കുകയാണ്, പ്രദ്യുമ്നനാണ് തടുത്തു നിൽക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കും. പെട്ടെന്ന് ഭഗവാൻ അവിടെ എത്തി. താവത്വം രാമശാലി ത്വരിതമുപഗത ഖണ്ഡിത പ്രായ സൈന്യം സൗഭേശം തം യരുന്ധാസ ചകിലഗതയാ ശാർംഗമഭ്രംശയത്തെ മായാതാതം വ്യഹിംസീത് അപി തവ പുരതസ്തത്വയാഭീക്ഷണാർത്ഥം തത് ത്വയാ അഭീക്ഷണാർത്ഥം പുരത തത്വയാഭീക്ഷണാർത്ഥം നാജ്ഞായീത്യാഹുരേക തദിതമവമതം വ്യാസ ഏവ നിഷേധീത്. ആ സമയത്ത് ഭഗവാനെ അവിടുന്ന് അവിടുത്തെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയോട് കൂടിയിട്ട്, രാമശാലി ഭഗവാനോടുകൂടി, ഭഗവാൻ ബലരാമസ്വാമിയോട് കൂടിയിട്ട് ത്വരിതമുപഗത പെട്ടെന്ന് എത്തി. എവിടെ? ദ്വാരകയില്. അപ്പോഴേക്കും സാൽവന്റെ സൈന്യം കുറേയൊക്കെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞിരുന്നു. ഖണ്ഡിതപ്രായ സൈന്യം കുറെയൊക്കെ നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആ സൗഭേശനെ, സൗഭത്തിന്റെ അധിപതിയായിട്ടുള്ള സാൽവനെ അവിടുന്നും വന്ന് തടുത്തു നിർത്തി. ആ സമയത്ത് സാൽവൻ വളരെ ഭംഗിയായിട്ട് യുദ്ധം ചെയ്തു ഭഗവാനോട്. നല്ല പൊരിഞ്ഞ യുദ്ധമായിരുന്നു. സ കില ഗതയാ ശാർംഗമഭ്രംശയത്തെ. ഭഗവാനെ അവിടുത്തെ തന്നെ വില്ലായിട്ടുള്ള, ഭഗവാന്റെ വില്ലിന്റെ പേരാണ് ശാർംഗം. ശാർംഗപാണി, സാരംഗപാണി എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ ഭഗവാനെ, ശാർംഗപാണി. ആ ഭഗവാന്റെ കയ്യിലുള്ള വില്ലാണ് ശാർംഗം. ആ ശാർംഗത്തെ തന്നെ ആ കയ്യിൽ നിന്ന് തെറിപ്പിച്ചു കളഞ്ഞു സാൽവൻ. അത്രയ്ക്കധികം യുദ്ധ സാമർഥ്യമുണ്ട്. മായാതാതം വ്യഹിംസീതപി തവ പുരത. മാത്രല്ല, സാൽവൻ മായാവിയാണെന്ന് പറഞ്ഞല്ലോ. വസുദേവരുടെ പോലെ ഒരാളെ ഉണ്ടാക്കി, അതായത് ഭഗവാന്റെ അച്ഛന്റെ പോലെ ഒരാളെ ഉണ്ടാക്കി. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട്, അന്തരീക്ഷത്തിലെ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ മായാ വസുദേവനെ കൊല്ലണത് പോലെ കാണിച്ചു. അപ്പോ ഭഗവാൻ അല്പം ഒന്ന് പതറിയോ എന്നൊരു സംശയം. എന്നിട്ട് ഭട്ടതിരി ആചാര്യൻ പറയുന്നു, ഒരു മിനിറ്റ് ഭഗവാൻ അറിയാതെ ഒന്ന് പരിഭ്രമിച്ചു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ വ്യാസഭഗവാൻ പറഞ്ഞത് കേട്ടാൽ അറിയാം, എല്ലാം അറിയണ ഭഗവാൻ എങ്ങനെ ഇത് അറിയാതിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ, വ്യാസഭഗവാൻ തന്നെ, ഭഗവാൻ ഇത് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു, മായയാണെന്നുള്ളത് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മിനിറ്റ് പെട്ടെന്ന് ഞെട്ടുന്നത് പോലെ. കാരണം എന്താ വെച്ചാൽ ആ മായ അത്ര ഭംഗിയായിട്ടാണ് സാൽവൻ നിർവഹിച്ചത്. എന്തോ സാൽവൻ ഹി പുട്ട് അപ്പ് എ വാലിയന്റ് ഫൈറ്റ്. അതിനെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. താവത്വം രാമശാലി ത്വരിതമുപഗത ഖണ്ഡിത പ്രായ സൈന്യം സൗഭേശം തം ന്യരുന്ധാസ ചകിലഗതയാ ശാർംഗമഭ്രംശയത്തെ മായാതാതം വ്യഹിംസീദപി തവ പുരതസ്തത്വയാഭീക്ഷണാർത്ഥം നാജ്ഞായീത്യാഹുരേകേ തദിതമവമതം വ്യാസ ഏവ നിഷേധിൽ. വ്യാസഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്,
ഭഗവാൻ അറിയാതിരുന്നിട്ടില്ല, ഭഗവാൻ അറിയാമായിരുന്നു. അടുത്ത ശ്ലോകം. സാൽവന് എന്ത് പറ്റി എന്ന് പറയണു. ക്ഷിപ്വാ സൗഭം ഗദാചൂർണിതമുദകനിധൗ മങ്ക്ഷു സാല്വോപി ചക്രേണോത്കൃത്തെ ദന്തവക്ത്ര അഭിപതന്നഭ്യമുഞ്ചത് ഗദാം തേ കൗമോദക്യാ ഹതോസാവപി സുഹൃതനിധിശ്ചൈത്യവത് പ്രാപദൈക്യം സർവേഷാമേവ പൂർവം ത്വയി ധൃതമനസം മോക്ഷണാർത്ഥോവതാര. ഭഗവാൻ പിന്നെ സ്വന്തം ഗദ കൊണ്ട് സാൽവന്റെ സൗഭത്തിനെ അടിച്ച് പൊടിച്ച് പൊടിയാക്കി ചൂർണമാക്കി തീർന്നു. ഗദ കൊണ്ട് ചൂർണമാക്കി തീർത്തു. എന്നിട്ട് ആ സൗഭത്തിനെ, അടിച്ചു പൊടിച്ച സൗഭത്തിനെ സമുദ്രത്തിലേക്ക് ഇട്ടു. ദ്വാരക സമുദ്രതീരത്താണല്ലോ. സമുദ്രതീരത്തുള്ള ദ്വാരകയുടെ ആകാശത്തിലാണ് സൗഭം കറങ്ങിക്കൊണ്ടിരുന്നത്. അതിനെ അടിച്ചു പൊടിച്ച് അതിനെ വെള്ളത്തിലേക്ക്, സമുദ്രത്തിലേക്ക് ഇട്ടു. ആ പൊടി. ക്ഷിപ്വാ സൗഭം ഗദാചൂർണിതം ഉദകനിധൗ, ഉദകനിധി സമുദ്രം. മങ്ഷു പെട്ടെന്ന്, സാൽവേപി ചക്രേണോത്കൃത്തെ ദന്തവക്ത്ര പ്രസഭമഭിപതന്നഭ്യമുഞ്ചത് ഗദാം തേ. ആ സമയത്ത് ശിശുപാലൻ, ദന്തവക്ത്രൻ, അവര് രണ്ടുപേരും നമ്മൾ ഒരുമിച്ചിട്ടാണ് പറയാറുള്ളത്. ജയവിജയന്മാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാന്റെ കാവൽക്കാരാണ് ജയനും വിജയനും. അവര് തന്നെയാണ് ശാപത്തിന്റെ ഫലമായിട്ട് ഒരു ജന്മം അസുരന്മാരായി വന്നത്, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. പിന്നീട് അവര് തന്നെയാണ് ത്രേതായുഗ കാലത്ത് രാവണനും കുംഭകർണനുമായിട്ട് വന്നത്. പിന്നെ ദ്വാപരയുഗത്തില്, ഭഗവാൻ ജീവിച്ചിരുന്ന ആ കാലത്ത് ദ്വാപരയുഗത്തില് അവര് രണ്ടുപേരും വന്നത് ശിശുപാലനും ദന്തവക്ത്രനുമായിട്ടായിരുന്നു. ശിശുപാലനെ രാജസൂയ വധത്തിന്റെ സമയത്ത് വധിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോ ഈ സമയത്ത് സാൽവന്റെ സഹായത്തിന് വേണ്ടിയിട്ട് ദുഷ്ടരാജാവായിട്ടുള്ള ദന്തവക്ത്രൻ വന്നിട്ടുണ്ടായിരുന്നു. ആരാണോ ശിശുപാലന്റെ കൂടെ, ജയവിജയന്മാരാണ് ശിശുപാലൻ ദന്തവക്ത്രനുമായിട്ട് അവതാരം ചെയ്തത്. ആ ദന്തവക്ത്രനെ ഭഗവാൻ കൊന്നു ഈ സമയത്ത്. അതിനു മുമ്പ് സാൽവനെ കൊന്നത് പറയുന്നുണ്ട്. സാൽവേബി ചക്രേണോത്കൃത്തെ, സാൽവന്റെ കഴുത്ത് ചക്രം കൊണ്ട് കൊന്നു എന്ന് പറഞ്ഞു. അത് ആ സമയത്താണ് ദന്തവക്ത്ര പ്രസഭമഭിപതന്നഭ്യമുഞ്ചത് ഗദാം തേ. ആ സമയത്താണ് ദന്തവക്ത്രൻ ഭഗവാന്റെ നേർക്ക് ചാടി വീണത്. ആ സമയത്ത് ദന്തവക്ത്രനെയും ഗദ കൊണ്ട് അടിച്ചു കൊന്നു. അപ്പൊ ചക്രവും ഗദയും ഒക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. വേണ്ട സമയത്ത് വേണ്ടവരെ കൊല്ലാനും അതിലൂടെ അവർക്ക് മോക്ഷം കൊടുക്കാനും ഭഗവാൻ എപ്പോഴും തയ്യാറായിരുന്നു. അങ്ങനെ സാൽവന്റെ കഴുത്തറുത്തു കൊന്നു സുദർശനം കൊണ്ട്. ദന്തവക്ത്രനെ ഗദ കൊണ്ടടിച്ചു കൊന്നു. അങ്ങനെ ഈ കൗമോദകി കൊണ്ട്, ഭഗവാന്റെ കൗമോദകി എന്ന് പറഞ്ഞിട്ടുള്ള ഗദ, അതിവിശിഷ്ടമായിട്ടുള്ള ഗദ, ആ ഗദ കൊണ്ടൊരു പ്രഹരം ഏൽക്കാൻ ഭാഗ്യം വേണം. ഇവിടെ ദന്തഭക്തനാണെങ്കിൽ ആ കൗമോദകി ഗദയുടെ പ്രഹരമേറ്റ് മരിച്ചു വീണു. എത്ര വലിയ സുഹൃതിയാണ്! സുഹൃതനിധി അസൗ അഭി. അദ്ദേഹവും ആരുടെ പോലെ? ചേതി രാജാവിന്റെ പോലെ, ചൈത്യവത്ത്, ചേതി രാജാവിന്റെ പോലെ ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ സായുജ്യം കിട്ടി. അവർക്ക് ഭഗവാനില് ലയിച്ച് മോക്ഷം കിട്ടി. സുഹൃതനിധിയായ ഈ സുഹൃതനിധിയായിട്ടുള്ള ദന്തവക്ത്രനും മോക്ഷം കിട്ടി. ഏഷ സർവേഷാമേഷ പൂർവം ത്വയി ധൃതമനസം മോക്ഷണാർത്ഥോവതാര. ഭഗവാൻ നേരത്തെ തന്നെ തീർച്ചയാക്കിയിട്ടുണ്ട് ഈ കൃഷ്ണാവതാര കാലത്ത് ആർക്കൊക്കെയാണ് മോക്ഷം കൊടുക്കേണ്ടത് എന്നുള്ളത്. കൃഷ്ണാവതാരത്തില് അതിനുവേണ്ടിയാണ് ചിലത് മനസ്സിലുദ്ദേശിച്ചിട്ടാണല്ലോ ഭഗവാൻ വന്നത്. ആ കൃഷ്ണാവതാര കാലത്ത് നേരത്തെ തന്നെ പൂർവം തന്നെ ധൃതമനസാം ഭഗവാൻ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മോക്ഷം കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ വന്നത്. അതിവിടെ സാധിച്ചു. രണ്ടുപേർക്ക് ഈ ഒരു ശ്ലോകത്തിൽ മോക്ഷം കൊടുത്തതായി പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അവര് ഭഗവാനോട് യുദ്ധം ചെയ്യാനാണ് പോയതെങ്കിലും ജീവിതം മുഴുവനും ഒരു ഭഗവാനെ തന്നെ ഓർത്തിരുന്നു.
ഓർത്തോർത്തിരുന്ന് ഭഗവാനെ തന്നെ ആലോചിച്ചിട്ട് അവരുടെ മനസ്സ് കൃഷ്ണമയമായി തീർന്നു. അങ്ങനെ കൃഷ്ണമയമായി തീർന്നതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനും മോക്ഷം കിട്ടാനും ഇടയായത്. പിന്നെ ഇനി ഭഗവാന് പല കാര്യങ്ങളും ഭഗവാൻ ഇവിടെ നടത്തി. ദുഷ്ടന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നു. ഭഗവാൻ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ വളരെ പൂതനേനെ തൊട്ട് തുടങ്ങിയതാണ്. പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, ബകാസുരൻ, വത്സാസുരൻ, അഘാസുരൻ, അങ്ങനെ വൃന്ദാവനത്തിൽ താമസിക്കുന്ന കാലത്ത് അനേകം അസുരന്മാരെ കൊന്നു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ദ്വാരകയിൽ വന്നു, നേരെ മധുരയിൽ വന്നു. മധുരാവാസ കാലത്ത് ഭഗവാൻ ജരാസന്ധനെ തോൽപ്പിച്ചു, യവനനെ തോൽപ്പിച്ചു. ജരാസന്ധൻ 17 പ്രാവശ്യം കൂട്ടിക്കൊണ്ടുവന്ന അക്ഷൗഹിണി പടകളെയൊക്കെ തോൽപ്പിച്ചു. എത്രയോ കൂടി യോദ്ധാക്കളെയും കൊണ്ടാണ് യവനൻ വന്നത്. യവനനെ തോൽപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇപ്പോ മധുരയിൽ നിന്ന് മാറി ദ്വാരകയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ദ്വാരകാവാസക്കാലത്തും ഭഗവാന് ചിലവരെയൊക്കെ കൊല്ലാനുണ്ട്. അത് ഭഗവാൻ ഇവിടെ സാധിക്കുന്നു. ഇനി അതിലുപരിയായിട്ട് ഭഗവാന്റെ യാദവ സൈന്യത്തിനെ ഉപയോഗിച്ചിട്ടോ അല്ലാതെ പാണ്ഡവന്മാരെ കൊണ്ട് തന്നെ ഈ ഭൂഭാരം തീർക്കണം, ഭൂമിയുടെ ഭാരം തീർക്കണം. അതിനുവേണ്ടി അവരെ ഒരുക്കാൻ ഭഗവാൻ തീർച്ചപ്പെടുത്തി. ആയാതേ കില കുരു സദസി ദ്യൂതകേ സംയതായ ക്രന്ദന്ത്യാജ്ഞസൈന്യ സകരുണ അകൃതാശ്ചേലമാലാമനന്തം ഹന്നാന്തപ്രാപ്ത സർവം ശജമുനി ചകിത ദ്രൗപദീ ചിന്തിതോധ പ്രാപ്ത ശാഖാന്നമശ്നൻ മുനിഗണമകൃത തൃപ്തിമന്ദം നാന്ദേ. ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി അവിടെ താമസിച്ചു, രാജസൂയം നടത്തി, രാജസൂയം ഭംഗിയായി നടന്നു. അതിനൊക്കെ ശേഷം ദുര്യോധനൻ ഇന്ദ്രപ്രസ്ഥത്തില് യുധിഷ്ഠിരാദികളുടെ വലിയ കൊട്ടാരമൊക്കെ നടന്നു കാണാണ്, തലസ്ഥാനം. ആ സമയത്താണ് ദുര്യോധനന് സ്ഥലകാല വിഭ്രാന്തി പിടിപെട്ടിട്ട് പലതൊക്കെ കാണിച്ചുവല്ലോ, വീഴുവൊക്കെ ചെയ്തു, വെള്ളത്തിലേക്ക് വീണു, എല്ലാരും കൂടി ചിരിച്ചു. അങ്ങനെ മഹാഭാരത യുദ്ധത്തിന്റെ ഏകദേശം ഒരു തുടക്കം അവിടെ തന്നെ ബീജാവാപം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള വിത്ത് അവിടെ പാവിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം, മഹാഭാരത കഥ അറിയാം. യുധിഷ്ഠിരന്റെയും ധർമ്മപുത്രരുടെയും സഹോദരന്മാരുടെയും ഐശ്വര്യം കണ്ട സമയത്ത് ദുര്യോധനാദികൾക്ക് അസൂയ സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് അവര് ദുര്യോധനൻ ശകുനിയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ട് അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രനെ കൊണ്ട് യുധിഷ്ഠിരനെ ചൂത് കളിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ചൂത് കളിക്കാൻ വേണ്ടി യുധിഷ്ഠിരൻ എത്തി. അവരവരെ പണയം വെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു ചൂത് കളിച്ചിട്ട്. കാരണം ശകുനി കള്ളക്കളി കളിക്കുകയായിരുന്നു, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം യുധിഷ്ഠിരനാണെങ്കിൽ വളരെ റിച്ചുവായിട്ടുള്ള ഒരു തരത്തിലെ ദ്യൂതം കളിക്കുള്ളൂ. ദ്യൂതം എന്ന് പറഞ്ഞാല് ചൂത് കളിക്കുള്ളൂ. ആ സമയത്ത് യുധിഷ്ഠിരൻ തോറ്റുപോയി, എല്ലാം പണയം വെച്ചു. സഹോദരന്മാരെയും ഭാര്യയെയും പണയം വെക്കേണ്ട ഘട്ടം വന്നു. അങ്ങനെയാണ് അവർക്ക് കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. എല്ലാം വിട്ടൊഴിഞ്ഞ് കാട്ടിലേക്ക് പോകേണ്ടി വന്നു. അതിനു മുമ്പ് ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക്, സദസ്സിലേക്ക് പാഞ്ചാലി ദേവിയെ വലിച്ചു കൊണ്ടുവന്നിട്ട് വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച രംഗമൊക്കെ നമ്മളുടെ ഓർമ്മയിലുണ്ട്. ആ സമയത്ത് ഭഗവാൻ എന്താണ് ചെയ്തത്? ഇങ്ങനെ എത്ര ചുറ്റിയാലും തീരാത്ത വിധത്തിൽ അനന്തമായിട്ട് ചേലയും മാലയും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. വസ്ത്രം മാത്രല്ല, മാലയും കൊടുത്തു എന്ന് പറയുന്നുണ്ട് ദേവിക്ക്. ആരും സഹായിക്കാനില്ലാതെ 5 വലിയ യോദ്ധാക്കളായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടായിട്ടും ആ സദസ്സിലെ ഭീഷ്മര്, ദ്രോണര് തുടങ്ങിയ ആചാര്യന്മാരൊക്കെ, വിതുരര് തുടങ്ങിയവരുണ്ടായിട്ടും കുന്തി ദേവി, ഗാന്ധാരി ദേവി തുടങ്ങിയിട്ടുള്ള രാജമാതാക്കൾ ഉണ്ടായിട്ടും എവിടുന്നും സഹായം ദേവിക്ക് കിട്ടിയില്ല. നിസ്സഹായായിരുന്നു.
ആ സമയത്ത് ഭഗവാനാണ് ഏത് രൂപത്തില് നേരെ വന്ന് ദുര്യോധനാദികളെ, അല്ലെങ്കിൽ ദേവിയുടെ വസ്ത്രം വലിച്ചിഴച്ചിരുന്ന ദുശാസനനെ നേരിട്ട് വന്ന് തോൽപ്പിച്ചിട്ടൊന്നുമല്ല. ഭഗവാൻ മറഞ്ഞു നിന്നിട്ട് ചേലയുടെ രൂപത്തില്, മാലയുടെ രൂപത്തില് അങ്ങനെ വസ്ത്രം എത്ര വലിച്ചാലും കഴിയാത്ത വിധത്തിൽ വസ്ത്രം കൊടുത്തുകൊണ്ട് ഭഗവാൻ സഹായിച്ചു. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിന്റെ ആദ്യം പറയുന്നത്. ത്വയി ആയാതേത ജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായ ക്രന്ദന്ത്യ യാജ്ഞസൈന്യ സകരുണമകൃതാശ്ചേലമാലാമനന്താം. ഭഗവാനെ അന്ന് അവിടുന്ന് ഇന്ദ്രപ്രസ്ഥത്ത് നിന്ന് മടങ്ങിയൊക്കെ എത്തിയ ശേഷമാണ് ഈ ചൂതുകളി നടന്നത്. ചൂതുകളി നടന്ന യുധിഷ്ഠിരർ അവരവരെ പണയം വെച്ചു, സഹോദരന്മാരെ പണയം വെച്ചു. അവരുടെ കൈകളൊക്കെ കെട്ടിയിട്ട അവസ്ഥയിലാണ്. ആ സമയത്താണ് ദേവിയെയും പണയം വെച്ചു എന്ന് പറഞ്ഞിട്ട്, ഇനി നീ ഞങ്ങളുടെ ദാസിയാണ് എന്ന് പറഞ്ഞ് ദുര്യോധനൻ ദേവിയുടെ അന്തഃപുരത്തിൽ പോയിട്ട് കരഞ്ഞ് വിലപിച്ച് വേണ്ട എന്ന് ആവശ്യപ്പെടുന്ന ആ ദേവിയെ വലിച്ചഴച്ച് കുരുസദസ്സിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ച് ദുര്യോധനൻ എല്ലാവരുടെ മുമ്പിലും വെച്ച് അവമാനിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ എത്ര അളന്നാലും തീരാത്ത വിധത്തില് പല പല വർണ്ണങ്ങളില് വസ്ത്രമായിട്ട് ദേവിയെ ഒരു പോലും ഒരാൾക്കും വിവസ്ത്രയായിട്ട് കാണാൻ പറ്റിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ക്രന്ദന്ത്യ യാജ്ഞസേന്യ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന യാജ്ഞസേനി അഥവാ ദ്രൗപദി, പാഞ്ചാലി, ആ ദേവിയോട് കാരുണ്യത്തോടു കൂടിയിട്ട് എന്തൊരു കാരുണ്യാണ് ഭഗവാൻ കാണിച്ചത്. ചേലമാലാമനന്താം, നിർത്താതെ ചേല. എന്നിട്ടോ അത് മാത്രാണോ, അത് കഴിഞ്ഞ് കാട്ടിൽ പോയ സമയത്തോ അവിടെ പോലും ദുര്യോധനൻ ദുർവാസാവിനെ അയച്ചിട്ടുണ്ടായിരുന്നു. ദുർവാസാവും എത്രയോ ശിഷ്യന്മാരും കൂടി ഒരു ദിവസം യുധിഷ്ഠിരൻ താമസിക്കുന്ന പർണശാലയിലെത്തി കാട്ടില്. അവിടെയാണെങ്കിൽ ദേവിയുടെ കയ്യിൽ ഒരു അക്ഷയപാത്രം ഉണ്ടായിരുന്നു. തന്റെ ഭർത്താക്കന്മാർക്കും അതിഥികളായിട്ട് വരുന്നവർക്കുമൊക്കെ വിളമ്പി കൊടുക്കാൻ അതിലെപ്പോഴും ഭക്ഷണം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു നിബന്ധന മാത്രം, ദേവിയുടെ ഊണ് കഴിഞ്ഞിട്ടായിരിക്കരുത്. ദേവിയുടെ ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ആ അക്ഷയപാത്രത്തിൽ നിന്ന് ഒന്നും കിട്ടില്ല. അക്ഷയപാത്രം സൂര്യൻ അനുഗ്രഹിച്ചു കൊടുത്തതായിരുന്നു ധർമ്മപുത്രർക്ക്. അങ്ങനെയുള്ള സമയത്ത് ദേവിയുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ദിവസം ശർവാംശജമുനി, ശർവൻ എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ അംശജനായിട്ടുള്ള, മഹാദേവന്റെ അംശത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള ദുർവാസാവ് മഹർഷി അവിടെ എത്തി. ദേവിയുടെ അന്നാന്തപ്രാപ്ത, ദേവിയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം സമയത്ത് ദ്രൗപദി വ്യാകുലപ്പെട്ടു, വിഹ്വലയായി തീർന്നു. ഞാൻ എങ്ങനെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോണത്? കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ അതിഥിയായി വന്നിട്ടുള്ള അദ്ദേഹത്തിനെ ഉപചാരപൂർവം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റിയില്ല എന്ന് മാത്രമല്ല, തന്റെ കുലത്തിന് മുഴുവനും വലുതായ ശാപം വന്നു ചേരും. അതാലോചിച്ച് ദേവി പരിഭ്രമിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ എത്തി. എവിടുന്നാണെന്നറിയാതെ ആ കാട്ടില് ഭഗവാൻ എത്തി. അവിടെ എത്തിയിട്ട് ആ പാത്രം എടുത്തു. പാത്രത്തിൽ കുറച്ച് എവിടെയോ ഒരു ചീരയുടെ അംശം ഉണ്ടായിരുന്നു. ശാഖം വെജിറ്റബിൾ, അതിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു. അതെടുത്ത് കയ്യിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഭഗവാൻ അത് പാനം ചെയ്ത സമയത്ത് കുളിക്കാൻ വേണ്ടി പോയിരുന്ന ദുർവാസാവ് കുറെ മുനികളെയും ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി വെള്ളത്തിൽ മുങ്ങി കുളിച്ചു വന്നിട്ട് വേണം ഭക്ഷണത്തിലിരിക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ വലിയ മതി വന്നു. ഭക്ഷണം കഴിച്ച പോലെ, മൃഷ്ടാന്ന ഭോജനം കഴിച്ച പോലെ, സദ്യ കഴിച്ചതുപോലെ ഇനി അവർക്ക് ഈ കുടിലേക്ക് മടങ്ങി വന്നിട്ട്, യുധിഷ്ഠിരന്റെ കുടിലേക്ക് മടങ്ങി വന്നിട്ട് ദ്രൗപദി ദേവി വിളമ്പി കൊടുത്താൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലായപ്പോ അവിടെ വെച്ചിട്ട് തന്നെ അവർ മടങ്ങി പോവുകയാണ് ചെയ്തത്. അത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ. ഒരു ചെറിയ ചീര കഷ്ണത്തില് കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സന്ധ്യയുടെ സംതൃപ്തി ദുർവാസാവിനും കൂട്ടുകാർക്കും കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഭഗവാൻ
ഒരു അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു സദസ്സില് അനന്തമായിട്ടുള്ള മാല, ചേല അത് കൊടുത്തുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ദേവിയെ രക്ഷിച്ചത്? അതുപോലെ തന്നെ വളരെ നാടകീയമായിട്ടാണ് ഭഗവാൻ ഇവിടെ ദേവിയെ രക്ഷിച്ചത്. യുദ്ധോദ്യോഗേത മന്ത്രേ മിളതി സതിവൃത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്ത സൈന്യേ കരിപുരപുരമകമോ ദൂരകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനി സദസി പുരീം ക്ഷോഭയിത്വാ ഗതോ ഭൂ. അങ്ങനെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ അവര് ഒരു തിരിച്ചു വന്നിട്ട് അവർക്കൊരു 5 വീട് അതിനുള്ള സ്ഥലം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ പറ്റില്ല എന്ന് കൗരവര് പറഞ്ഞു. ഒരു ചെറിയ ഗ്രാമം അല്ലെങ്കിൽ 5 വീട് ഇരിക്കാനൊരു സ്ഥലം അതുപോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അതിന്റെ പേരിൽ കുറെ ആലോചനകളൊക്കെ നടന്നു. മന്ത്രാലോചന എന്നാണ് പറയുക. അത് കൗരവരുടെ ഭാഗത്തും നടന്നു, പാണ്ഡവരുടെ ഭാഗത്തും നടന്നു. കുറെ ആലോചിച്ചു. ആ സമയത്ത് യുദ്ധം എന്തായാലും വേണമെന്നുള്ളത് തീർച്ചയാക്കി. ആ സമയത്ത് ഭഗവാൻ ആ ദൂതനായിട്ട് കൗരവ സൈന്യത്തിന് ഭഗവാൻ തന്നെ ദൂതനായിട്ട് കൗരവരുടെ അടുത്ത് പോയി. അതിനെപ്പറ്റി ഇവിടെ പിന്നെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് യുദ്ധം അനിവാര്യമായി വന്ന സമയത്ത് അർജുനനും ദുര്യോധനനും രണ്ടുപേരും ഭഗവാന്റെ അടുത്തെത്തി. ഭഗവാന്റെ സഹായം വേണം യുദ്ധത്തിന്. അർജുനൻ കാൽക്കലിരുന്നു ഭഗവാന്റെ. ദുര്യോധനനാണെങ്കിൽ ഒരു ഇൻ ദ ട്രൂ റോയൽ സ്റ്റൈൽ ഭഗവാന്റെ തലക്കിലുണ്ടായിരുന്ന ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ കയറി കാലില് കാലൊക്കെ കയറ്റി വെച്ച് അവിടെ ഇരുന്നു. ഭഗവാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങണ സമയത്താണ് ഇവർ രണ്ടുപേരും വന്നിട്ട് ഇരിപ്പുറപ്പിച്ചത്. ഭഗവാൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നാൽ നമ്മൾ ആദ്യം കാലിന്റെ ഭാഗത്തേക്കല്ലേ നോക്കുക. ആ സമയത്ത് അർജുനനെ കണ്ടു. അപ്പൊ അർജുനൻ പിന്നെ ആരാ വന്നിരിക്കുന്നത്? യുധിഷ്ഠിരൻ പിന്നിൽ ഇരിക്കുന്നുണ്ട്. അവര് തമ്മിൽ നോക്കുമ്പോൾ അർജുനനാണ് പ്രായത്തിൽ ചെറുപ്പം. അപ്പൊ അർജുനനോട് ചോദിക്കാന്ന് വിചാരിച്ചു, എന്റെ സഹായമാണോ വേണ്ടത്? എന്റെ സഹായം 2 തരത്തിൽ തരാൻ പറ്റും. അതിലൊന്ന് ചൂസ് ചെയ്യാം, തിരഞ്ഞെടുക്കാം. ഒന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ നിരായുധനായിട്ട് ഒരായുധവും എടുക്കാതെ കൂടെ നിൽക്കും, കൂടെ ഉണ്ടായിരിക്കും, യുദ്ധം ചെയ്യില്ല. മറ്റതാണെങ്കിൽ എന്റെ സൈന്യം, നാരായണ സൈന്യം, യാദവ സൈന്യം, വളരെ ശക്തിയുള്ള ആൾക്കാരാണ് അതിൽ യുദ്ധം ചെയ്യുക. ആ സൈന്യത്തെ ആയുധങ്ങളോട് കൂടിയിട്ട് ഞാൻ തരാം. ഏതാണ് വേണ്ടത്? അർജുനൻ തിരഞ്ഞെടുത്തത് ഭഗവാൻ കൂടെ നിൽക്കണം, യുദ്ധം ഒന്നും ചെയ്യണ്ട, ഭഗവാൻ കൂടെ നിന്നാ മതി. അർജുനൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അങ്ങേപ്പുറത്ത് ഇരുന്നിട്ട് ദുര്യോധനൻ ഇങ്ങനെ വേപത് പൂണ്ട് ആകാംക്ഷ പൂണ്ട് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ഭഗവാന്റെ നാരായണ സൈന്യമാണ്. ഈ കൃഷ്ണനെ കിട്ടിയിട്ട് എന്ത് കാര്യം? ആയുധം എടുക്കാത്ത കൃഷ്ണനെ കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം? അതേസമയം ആയുധം എന്തിയ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അണിനിരക്കണ യാദവ സൈന്യം എന്റെ പക്കലുണ്ടെങ്കിൽ എനിക്ക് എത്ര നന്നായി യുദ്ധം ചെയ്യാം. എനിക്കത് മതി. ഭാഗ്യത്തിന്, ദുര്യോധനന്റെ ഭാഗ്യത്തിന് അർജുനൻ ഭഗവാനെ തിരഞ്ഞെടുത്തു. ബാക്കിയായത് യാദവ സൈന്യം. അത് ഒരു പ്രയാസവും ഇല്ലാണ്ട് ദുര്യോധനന് കിട്ടി. അദ്ദേഹത്തിന് സന്തോഷമായി. കൗരവ്യേ ദത്ത സൈന്യ, കൗരവന്മാർക്ക് സൈന്യത്തെ കൊടുത്തു. ഫൽഗുനേനത്വമേക, ഫൽഗുനേൻ അവിടുത്തെ ചൂസ് ചെയ്തു. ഫൽഗുനൻ എന്ന് പറഞ്ഞാല് അർജുനൻ. അതൊക്കെ കഴിഞ്ഞിട്ട് കരിപുരമകമോ ദ്യൂതകൃത്, അതിനു മുമ്പാണത്. കരിപുരമകമോ ദ്യൂതകൃത് പാണ്ഡവാർത്ഥം, പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ദൂത് പറയാൻ വേണ്ടിയിട്ട് ഹസ്തിനപുരത്തില് കൗരവന്മാരുടെ സഭയിലേക്ക് ഭഗവാൻ പോയി. ഭീഷ്മദ്രോണാദിമാന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ. ഭീഷ്മനും ദ്രോണരും ഭഗവാനെ മാനിക്കും. അവര് പലതും പറഞ്ഞു കൊടുത്തു ദുര്യോധനന്. പക്ഷെ അത് മുഴുവനും ധിക്കരിച്ചു. ധികൃതേ കൗരവേണ, ദുര്യോധനേന കൗരവേണ ധികൃതേ, അത് മുഴുവനും തിരസ്കരിച്ചു.
വ്യാവൃണ്ണൻ വിശ്വരൂപം. ആ സമയത്ത് ഭഗവാനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള പുറപ്പാടായിരുന്നു ദ്യൂതിന് പോയ സമയത്ത് ദുര്യോധനന്റെ. അങ്ങനെയുള്ള ദുര്യോധനന്റെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാൻ പെട്ടെന്ന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപം അവിടെ കൂടിയിരുന്ന മുനിമാരും എല്ലാവരും കണ്ടു. ആ രൂപം കാണാൻ ഭാഗ്യമുള്ളവരായിരുന്നു അന്ന് അവിടെ അസംബിൾ ചെയ്തത്. ദുര്യോധനനും ഭാഗ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഭാഗ്യം വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റിയില്ല. വിശ്വരൂപം കണ്ട് പേടിച്ച് ദുര്യോധനൻ വെളറി വെളുത്തുപോയി. അങ്ങനെയല്ല ആ മുനി സദസ്സില് വിശ്വരൂപം കാണിച്ചിട്ടുള്ള ഭഗവാൻ ആ രാജകൊട്ടാരത്തെ മുഴുവനും കുലുക്കി എന്നാണ് പറയുന്നത്. പുരിയും ക്ഷോഭയുത്വാഗതോഭൂ, തിരിച്ചു വന്നു. പക്ഷെ വരുന്നതിന് മുമ്പ് ആ രാജകൊട്ടാരത്തിനെ മുഴുവനും പിടിച്ചു കുലുക്കി. ഭഗവാൻ എങ്ങനെ ഭഗവാൻ പിടിച്ചു കുലുക്കി എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിശ്വരൂപത്തിൽ നിന്നു. ഭഗവാൻ വിശ്വരൂപത്തിൽ അങ്ങനെ തന്നെ കാണിച്ചു കൊടുത്ത സമയത്ത് ആർക്കും അവിടെ ഒന്നും അനങ്ങാൻ പറ്റിയില്ല. അതേസമയം അതിന് നിശ്ചലമാണ്, സ്റ്റില്ലായി നിൽക്കുകയാണ് എല്ലാവരും. എന്നാലോ ആ സമയത്ത് ആ നഗരം മുഴുവനും ഒരു ഭൂകമ്പത്തിൽ കുലുങ്ങണത് പോലെ കുലുങ്ങുകയായിരുന്നു. അതായിരുന്നു ഭഗവാന്റെ ആ വിശ്വരൂപം പ്രദർശിതമായപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ശക്തിപാദം. അത് കഴിഞ്ഞിട്ടാണ് ഇനി മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിനെ പറ്റിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. 6ാമത്തെ ശ്ലോകം. വീണ്ടും 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 വായിച്ച് 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 സന്തോഷിക്കേണ്ട ഒരു ശ്ലോകമാണിത്. ജിഷ്ണുസ്ത്വം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യ ഏകോയമാത്മാ ഭൂവധ്യ കോത്രഹന്ത തതിഹവതപിയം പ്രോച്യമയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനയഥ ദർശയൻ വിശ്വരൂപം. മേൽപ്പത്തൂർ ആചാര്യൻ വാതിൽ മാടത്തിലിരുന്ന് ഭഗവാനോട് സംസാരിക്കുകയാണ്. ഹേ ഭഗവാനെ, അവിടുത്തെ സഖാവായിട്ടുള്ള ജിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ജയിക്കാൻ കഴിവുള്ള ആളാണ്. അങ്ങനെയുള്ള ആ ജിഷ്ണുവിന്റെ സൂതനായിട്ട് അവിടുന്ന് പോയി. ജിഷ്ണുവിന്റെ ത്വം കൃഷ്ണ, ഹേ കൃഷ്ണ, അവിടുന്ന് സൂതനായി പോയി, തേരാളിയായി പോയി. എന്നിട്ടോ നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കത്തിൽ എന്തുണ്ടായി എന്നുള്ളത്. അർജുനൻ എത്രയോ കാലം തപസ് ചെയ്തിട്ട് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. എത്രയോ മഹാദേവന്റെ കയ്യിൽ നിന്ന്, ഇന്ദ്രന്റെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹവും ആയുധങ്ങളും ആർജിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള അർജുനൻ പെട്ടെന്ന് ഞാൻ രണ്ട് ഭാഗത്തും യുദ്ധം ചെയ്യുന്നവരെ കാണട്ടെ, ഹേ കൃഷ്ണ, എന്റെ തേര് 2 സൈന്യങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി നിർത്തൂ എന്ന് ഒരു യോദ്ധാവ് തേരാളിയോട് ആജ്ഞാപിക്കുന്നത് പോലെ ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അത് കേട്ട താമസം ഉടനെ തന്നെ അർജുനൻ പറഞ്ഞതുപോലെ 2 സൈന്യങ്ങളുടെ നടുവിലും കൊണ്ടുപോയിട്ട് തേര് വെച്ച സമയത്ത് അർജുനൻ മുന്നിലേക്ക് നോക്കിയ സമയത്ത് അവിടെ തന്റെ പിതാമഹനായിട്ടുള്ള ഭീഷ്മര്, ഗുരുവായിട്ടുള്ള ദ്രോണര്, ബന്ധുജനങ്ങള്, സഹോദര തുല്യരായിട്ടുള്ള അച്ഛന്റെ ജ്യേഷ്ഠന്റെ മക്കളല്ലേ, അങ്ങനെയുള്ള ദുര്യോധനാദികള് അവരൊക്കെ അവിടെ അണിനിരന്നത് കണ്ടു. ഇവരുടെ രക്തം ചൊരിഞ്ഞിട്ടാണോ ഞാൻ രാജ്യം നേടേണ്ടത്? രാജ്യമല്ല, സ്വർഗം പോലും എനിക്കെന്തിനാണ്? അങ്ങനെയുള്ള പെട്ടെന്നൊരു ഖിന്നത വന്നു ഭവിച്ചു, പെട്ടെന്നൊരു ദൗർബല്യം വന്നു ഭവിച്ചു. സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ. അർജുനന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഭഗവാൻ മനസ്സിലായി. അർജുനൻ തന്നെ പറയുന്നുണ്ടല്ലോ, എന്റെ വായ വരളുണു, കയ്യിൽ നിന്ന് ഗാന്ധീവം വഴുതിപ്പോണു, തളർന്ന് നിലത്ത് തീർത്തട്ടിൽ ഇരുന്നു പോണു. അങ്ങനെയുള്ള ആ ദയാലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പിറ്റിയബിൾ കണ്ടീഷനിലുള്ള അർജുനൻ. എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെയായത്? തന്റെ ബന്ധുക്കളെ വധിക്കേണ്ടി വരുമല്ലോ യുദ്ധത്തിൽ എന്ന് ആലോചിച്ചിട്ട് ഖിന്നനായിട്ട് ദുഃഖിതനായി കണ്ടു അർജുനനെ. തം എന്ന് പറഞ്ഞ അർജുനനെ, അവനെ കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഉടനെ തന്നെ അർജുനനോട് സംസാരിച്ചു. കിമിതമായി സഖേ, ഹേ സുഹൃത്തെ,
ഇതെന്ത്, നീ എന്താണ് ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ എന്ന് പറയണ്ടല്ലോ ഭഗവത്ഗീതയില്. ആണും പെണ്ണും അല്ലാത്ത പെരുമാറ്റം നീ എന്തുകൊണ്ട് പ്രദർശിപ്പിക്കണു? അതേപോലെയാണ്, അത് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിവിടെ. കിമിതമായി സഖി, എന്ത് അർജുന, നീ എന്താണ് പറയണത്? ആരെ കൊല്ലുന്നാണ് നീ പറയണത്? ആത്മാവ്, ദേഹം എന്തായാലും ഒരു ദിവസം വീഴേണ്ടതാണ്. ആത്മാവ് എന്നുള്ളത് നിത്യനാണ്, ഏകനാണ്. അതായത് ഇവിടെ കുറെ ആത്മാക്കളില്ല, പരന്നു നിൽക്കുന്ന ഒരു ആത്മാവ് മാത്രം, അഖണ്ഡമായിട്ടുള്ള ചൈതന്യം. പലതുണ്ടെന്ന് നമുക്ക് തോന്നുന്നു, പല ജീവന്മാരുണ്ടെന്ന്. ഏകം, ഒറ്റൊന്നേ ഉള്ളൂ, അഖണ്ഡമായിട്ടുള്ള പരമാത്മാ, ഏകോയം ആത്മാ. അങ്ങനെയുള്ള ആത്മാവിന്റെ ഉണ്മ മാത്രം, എക്സിസ്റ്റൻസ് മാത്രം ഇവിടെ മാറ്റർ ചെയ്യുമ്പോ നീ എന്ത് പറയുന്നു? ഹോ വധ്യ, ആരാണ് ഇവിടെ വധിക്കപ്പെടുന്നത്? ഹോത്രഹന്ത, ആരാണത്ര ഇവിടെ കൊല്ലാൻ പോകുന്നത്? വധപീയം പ്രോച്യ, അതുകൊണ്ട് ഞാൻ കൊല്ലാൻ പോവുകയാണെന്നുള്ള ഈ പേടി ഉപേക്ഷിച്ചിട്ട്, പ്രോച്യ ഉപേക്ഷിച്ചിട്ട്, മൈ അർപ്പിതാത്മാ, എന്നിൽ എല്ലാം സമർപ്പിച്ചിട്ട്, ഈശ്വരനിൽ എല്ലാം സമർപ്പിച്ചിട്ട്, ബ്രഹ്മത്തിൽ എല്ലാം സമർപ്പിച്ചിട്ട് ഈ ധർമ്മയുദ്ധം നീ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അർജുനന് പോലും തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ദുര്യോധനന് ഭഗവാനെ എങ്ങനെ ചാലഞ്ച് ചെയ്യണ സമയത്ത് കാണിച്ചു കൊടുത്തു വിശ്വരൂപം. ഇവിടെ അർജുനൻ ഇങ്ങനെ താണ് കേണ് ഭഗവാന്റെ കാൽക്കല് ശരണം പ്രാപിച്ച സമയത്ത് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ വിശ്വരൂപ പ്രദർശനത്തിന്റെ 2 ഭാവങ്ങൾ നോക്കൂ. ഈ ശ്ലോകം നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഭഗവാൻ അർജുനന്റെ തേരാളിയായി പോയി. അവിടെ വെച്ച് അർജുനൻ ദൗർബല്യത്തിന് വഴങ്ങണത് കണ്ടു. ആ സമയത്ത് ഉപദേശം കൊടുത്തു. എന്നിട്ട് അർജുനൻ ഒരു വില്ലാളി വീരനാണ്. ആ അവസ്ഥയിലേക്ക് പ്രകൃതി അനയത, ആ സ്വന്തം നേച്ചറിലേക്ക്, പ്രകൃതിയിലേക്ക് അർജുനനെ നയിച്ചു. യുദ്ധം ചെയ്യൂ, ധർമ്മയുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ജിഷ്ണോസ്ത്വം കൃഷ്ണ സൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യ ഏകോയമാത്മാ ഹോ വധ്യ ഹോത്രഹന്ത തതിഹ വധപിയം പ്രോച്യമയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതി മനയഥ ദർശയൻ വിശ്വരൂപം. അങ്ങനെ പറഞ്ഞ് വിശ്വരൂപം കാണിച്ചു കൊടുത്ത് അർജുനനെ വീണ്ടും യുദ്ധം ചെയ്യാൻ സമർത്ഥനാക്കി തീർത്തു. 7ാമത്തെ ശ്ലോകം വീണ്ടും വായിച്ച് ആസ്വദിക്കേണ്ട ഒരു ശ്ലോകമാണത്. 6ാമത്തെ ശ്ലോകം. ഭക്തോത്തം സേത ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യേകസക്തേ നിത്യം വിഭിന്ദത്യവനിഭൃത് അയുധം പ്രാപ്തസാദേ ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹദരിവരം ധാരയൻ ക്രോധശാലീ വാധാവൻ പ്രാഞ്ജലിം തം നതശിരസമധോ വീക്ഷ്യമോദാതപാകാ. യുദ്ധത്തിൽ നടന്നൊരു സംഭവം. അർജുനൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുദ്ധത്തിന്റെ 9ാമത്തെ ദിവസമാണ് ഭീഷ്മര് നിലംപതിക്കുന്നത്. അതിനു മുമ്പുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ, അതെന്തൊരു എത്ര വശങ്ങളാണ്. ഒരു നല്ല വൈരക്കല്ലിന് അനേകം മുഖങ്ങൾ ഉണ്ടാവും എന്ന് പറയും. അതിന് പല പല കട്ട്സ് ഉണ്ട്, അത് പല പല പാർശ്വങ്ങളുണ്ട്. അതുപോലെയാണ് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെ പല പല മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭീഷ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തോത്തംസനാണ്, ഭക്തരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഭീഷ്മര്. ആ ഭീഷ്മർ എന്താണ് അവിടെ ചെയ്തിരുന്നത്? ദിവസേന 10,000-കണക്കിന് യോദ്ധാക്കളെ കൊന്നു വീഴ്ത്തുകയായിരുന്നു. ആരുടെ ഭാഗത്തുള്ളതാണ്? അതൊക്കെ പാണ്ഡവന്മാരുടെ ഭാഗത്തുള്ളവരാണ്. പാണ്ഡവന്മാരുടെ ഭാഗത്തുള്ളവരെല്ലാവരും ഒന്നും നല്ല യോദ്ധാക്കളായി, അതായത് നല്ലവരായിരുന്നില്ല. അതിലും ഉണ്ടായിരുന്നു ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാര്. യുദ്ധത്തിന് മരിച്ചു പോവാൻ അർഹതപ്പെട്ട പലരും ഉണ്ടായിരുന്നു അതില്. അവരെ
ഭീഷ്മരിങ്ങനെ അരിഞ്ഞു തള്ളുകയായിരുന്നു 10,000 ദിവസവും. അർജുനൻ യുദ്ധം ചെയ്യണ സമയത്ത് മരിച്ചവരൊക്കെ ദുഷ്ടന്മാര്. അതുപോലെ അതേസമയം ഭീഷ്മര് കൊന്നവരൊക്കെ നല്ലവര്, അങ്ങനെയില്ല. ഭീഷ്മരും ഭഗവാന്റെ ആവശ്യം എന്തായിരുന്നു? ദുഷ്ടന്മാരെല്ലാവരും മരിച്ചു പോണം. കാരണം ഈ ദ്വാപര യുഗത്തിന്റെ അവസാനം എത്താറായി. യുഗം മാറുകയാണ്. ഭൂമിയുടെ ഭാരം തീർക്കണം. ഭഗവാന്റെ അവതാരോദ്ദേശം അതാണ്. അത് ഭഗവാന്റെ അവതാരത്തിന്റെ അവസാന കാലത്തേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഭഗവാനെ സഹായിക്കുക തന്നെയായിരുന്നു ഭീഷ്മരൻ ചെയ്തിരുന്നത് എന്നാണ് ആദ്യത്തെ 2 വരിയിൽ പറയുന്നത്. ഭക്തോത്തം സേധ ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യേക സക്തേ. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഭഗവാന്റെ ആ ചെയ്തിയെ തന്നെ ശക്തിപ്പെടുത്തുകയായിരുന്നു ഭീഷ്മര്. ഭഗവാന്റെ ഇംഗിതം തന്നെ നടപ്പിലാക്കുകയായിരുന്നു ഭീഷ്മര്. നിത്യം നിത്യം വിഭിന്ദത്യവനിഭൃത് അയുധം. 10,000 രാജാക്കന്മാരെ ഭീഷ്മര് കൊന്നു വീഴ്ത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഭീഷ്മരുടെ ഭഗവാന്റെ ഇംഗിതം തന്നെയാണ് നടത്തിയിരുന്നതെങ്കിലും ആ യുദ്ധത്തിലുള്ള ഭീഷ്മരുടെ പ്രതാപത്തിനെയാണ് കാണിക്കുന്നത്. ആർക്കും തടുക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ഭീഷ്മർ യുദ്ധം ചെയ്തിരുന്നത്. അത് കണ്ടിട്ട് അർജുനൻ പലപ്പോഴും ക്ഷീണിച്ച് തളർന്നു പോയിട്ടുണ്ട്. ആ യുദ്ധത്തിന്റെ മേന്മ കണ്ടിട്ട്, തന്റെ പിതാമഹന്റെ യുദ്ധത്തിന്റെ മേന്മ കണ്ടിട്ട് പലപ്പോഴും അർജുനന് വേണ്ട പോലെ തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ട സമയത്ത് ഭഗവാന് നല്ല ഒരു ആകാംക്ഷ തോന്നി അർജുനനെ കുറിച്ച് ആലോചിച്ചിട്ട്. എന്നിട്ട് നോക്കുന്ന സമയത്ത് ഭീഷ്മരങ്ങനെ യാതൊരു ക്ഷീണവുമില്ലാതെ പൊരിഞ്ഞ യുദ്ധം ചെയ്യണം. ഈ ഭീഷ്മരെ എങ്ങനെ തടുത്തു നിർത്തണം എന്ന് തോന്നി ഭഗവാന്. ഭഗവാൻ കൊടുത്ത മിഷൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ആ സമയത്ത് ഭഗവാൻ എല്ലാം മറന്നു. തന്റെ ഈ അർജുനന്റെ ദുഃഖം തീർക്കുക എന്നുള്ളത് മാത്രമായി ഭഗവാന്റെ ശ്രദ്ധ. ആ ഭഗവാൻ എന്താണ് ചെയ്തത്? അന്ന് പണ്ട് പറഞ്ഞിരുന്നു, ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു യുദ്ധത്തില്. ഈ മഹാഭാരത യുദ്ധത്തിൽ ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു. ചാട്ടവാറാണ് കയ്യിലെടുത്തത് കുതിരകളെ തെളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, ഭഗവാൻ പെട്ടെന്ന് ഭഗവാന്റെ ആയുധമായിട്ടുള്ള ചക്രം കയ്യിലെടുത്തു. ഒരു സ്റ്റേജില് ഭീഷ്മരെ തടുക്കാൻ പറ്റില്ല അർജുനന് വേണ്ടിയിട്ട് ഭഗവാൻ ചക്രം കയ്യിലെടുത്തിട്ട് തേരിന്ന് ചാടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഭീഷ്മരുടെ തേരിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ ചക്രം ഉപയോഗിച്ചിട്ട് ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കണ്ടത് എന്താണ്? ഭീഷ്മർ ഭഗവാനെ തടുക്കാനല്ല ശ്രമിച്ചത്. കൈകൂപ്പി തല താഴ്ത്തി ഭഗവാനോട് സന്തോഷം, ഭഗവാനെ വരൂ, അവിടുത്തെ കൈകൊണ്ട് എനിക്ക് ഈ യുദ്ധത്തിൽ മരണോ, അതിൽ പരം ഒരു യോദ്ധാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്ത് വേണം എന്നുള്ള മട്ടില് തല കുനിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ പെട്ടെന്ന് ഭഗവാന് സന്തോഷം തോന്നി. ദേഷ്യത്തോടെയാണ് പാഞ്ഞെടുത്തത്. പക്ഷെ ഭീഷ്മരുടെ ഈ ഭാവം കണ്ട സമയത്ത് യുദ്ധത്തിന്റെ സാമർഥ്യമൊക്കെ മാറ്റിവെച്ചിട്ട് ഭക്തിയുടെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് ഭീഷ്മരെ തല താഴ്ത്തി ഭഗവാനെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് കണ്ട സമയത്ത് ഭഗവാന്റെ ദേഷ്യമൊക്കെ പോയി. ഭഗവാൻ സന്തോഷമായി തീർന്നു. നല്ലൊരു ശ്ലോകാണിത്. വളരെ ഡ്രമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഭക്തോത്തം സേത ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യേക സക്തേ. ഭൂമിയുടെ ഭാരം തീർക്കാനുള്ള അവിടുത്തെ മിഷനിൽ അങ്ങയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ നിത്യം നിത്യം വിഭിന്ദത്യവനിഭൃത് ആയുധം. ദിവസവും 10,000 ആൾക്കാരെ തള്ളി അരിഞ്ഞു വീഴ്ത്തിയപ്പോ പ്രാപ്ത സാധേജ പാർത്ഥന ക്ഷീണം വന്ന സമയത്ത്, മോഹത്സ്യം വന്ന സമയത്ത് നിശസ്ത്രത്വ പ്രതിജ്ഞാം വിജഹത്. ഞാൻ ആയുധമെടുക്കില്ല എന്നുള്ള എന്റെ അവിടുത്തെ പ്രതിജ്ഞയെ മാറ്റിവെച്ചിട്ട് വിജഹത്, അത് തള്ളിക്കളഞ്ഞിട്ട്, ആ പ്രതിജ്ഞയെ തള്ളിക്കളഞ്ഞിട്ട് അരിവരം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചക്രം, ഭഗവാന്റെ സുദർശന ചക്രം ധാരയൻ, അത് കയ്യിലെടുത്തിട്ട് ക്രോധശാലി ഇവ, ഒരു ക്രോധശാലിയെ പോലെ, കുപിതനെ പോലെ ഇവ അധാവൻ ഓടിച്ചെന്നു. ആരുടെ അടുത്തേക്ക്? ഭീഷ്മരുടെ അടുത്തേക്ക്. അവിടെ കണ്ടത് എന്താണ്? പ്രാഞ്ജലിം തം നതശിരസമധോ വീക്ഷ്യ. അവിടെയാണെങ്കിൽ കൈകൂപ്പി നിൽക്കുകയാണ് ഭീഷ്മരെ തല കുനിച്ചുകൊണ്ട്. അത് കണ്ട സമയത്ത്
മോദാദപാക, തിരിച്ചു വന്നു സന്തോഷത്തോടുകൂടി. ക്രോധത്തോടുകൂടി ഓടിച്ചെന്നു. ഭീഷ്മരെ വെറുതെ വിട്ട് കൊല്ലാൻ ശ്രമിക്കാതെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് മടങ്ങി വന്നു. നല്ലൊരു ശ്ലോകാണത്. എത്ര ഭംഗിയായിട്ടാണ് ഒരു വലിയ കഥാഭാഗം ഇവിടെ ആചാര്യൻ മേൽപ്പത്തൂർ ആചാര്യൻ എത്ര ഭംഗിയായിട്ടാണ് സംക്ഷിപ്തമായി പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇനി യുദ്ധത്തിലെ വേറൊരു രംഗം പറയുന്നു. യുദ്ധേ ദ്രോണസ്യ ഹസ്തി സ്ഥിരരണ ഭഗദത്തേരിതം വൈഷ്ണവാസ്ത്രം പക്ഷസ്യാദത്ത ചക്രസ്ഥഗിത രവി മഹാ പ്രാർത്ഥയത് സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിമവനമയൻ കേവലം കൃത്തമൗലിം തത്രേ തത്രാപി പാർത്ഥം കിമിവ നഹി ഭവൻ പാണ്ഡവാനാമകാർഷീത്. യുദ്ധത്തില് ദ്രോണര് ഭീഷ്മര് 9ാമത്തെ ദിവസം വീണു. അതിനുശേഷം പിന്നെ ദ്രോണരായിരുന്നു സേനാനായകൻ കൗരവരുടെ ഭാഗത്ത്. ആ ദ്രോണരുടെ യുദ്ധം നടക്കുന്നത്, ദ്രോണര് നന്നായി യുദ്ധം ചെയ്തിരുന്ന, ദ്രോണര് സേനാനായകനായിട്ട് യുദ്ധം ചെയ്തിരുന്ന അവസരത്തില് യുദ്ധേ ദ്രോണസ്യ ഹസ്തി സ്ഥിര രണ ഭഗദത്തേരിതം. ഭഗദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ദുര്യോധനന്റെ ഭാഗത്തുള്ള വലിയൊരു യോദ്ധാവ് ഒരാനപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഹസ്തി സ്ഥിര രണ ഭഗദത്തേരിതം അവിടെ ഇരുന്നിട്ട്, ഭഗദത്തൻ മിടുക്കനായിട്ടുള്ള യോദ്ധാവാണ്, കൗരവരുടെ ഭാഗത്തുള്ള ആളാണ്. വൈഷ്ണവാസ്ത്രം അയച്ചു അർജുനന്റെ നേർക്ക്. വൈഷ്ണവാസ്ത്രം ആർക്കും തടുക്കാൻ പറ്റില്ല. തടുക്കാൻ ഒരാളേ ഉള്ളൂ, അത് ഭഗവാനാണ്. ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ആ പൂ പോലെയുള്ള ഭഗവാന്റെ മാറിടം കാണിച്ചിട്ട് ആ വൈഷ്ണവാസ്ത്രത്തിനെ തന്റെ മാറിലേക്ക് ആവാഹിച്ചെടുത്തു ഭഗവാൻ. വൈഷ്ണവാസ്ത്രം വക്ഷസ്യാധത്ത, തന്റെ വക്ഷസ് കാണിച്ചിട്ട് വക്ഷസ് കൊണ്ട് അതിനെ അങ്ങനെ ആവാഹിച്ചെടുത്തു. അത് മാത്രാണോ? അങ്ങനെ ആ വൈഷ്ണവാസ്ത്രത്തിൽ നിന്ന് പാണ്ഡവന്മാരെ രക്ഷിച്ചു. അത് മാത്രാണോ? അഭിമന്യുവിനെ ചതിച്ചു കൊല്ലാൻ വേണ്ടി ഏറ്റവും വലിയ പങ്കെടുത്തത് ദുശ്ശലയുടെ ഭർത്താവായിട്ടുള്ള ജയദ്രഥനായിരുന്നു. സിന്ധുരാജാവിന്റെ പുത്രനായിട്ടുള്ള സിന്ധുരാജനായിട്ടുള്ള ജയദ്രഥൻ. ആ ജയദ്രഥന് അർജുനന് വല്ലാതെ സങ്കടം തോന്നി. അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം അർജുനൻ ഒരു പ്രതിജ്ഞ ചെയ്തു. ഇന്ന് സന്ധ്യയാവുമ്പോഴേക്ക്, യുദ്ധം നിർത്തുമ്പോഴേക്ക് ജയദ്രഥനെ കൊന്നിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും, ആത്മഹത്യ ചെയ്യും, അഗ്നിയിൽ ചാടും. അങ്ങനെ തീർച്ചയാക്കിയിരുന്നു. ചെയ്യും. അർജുനൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അന്നത്തെ ദിവസം മുഴുവനും ആ സിന്ധു രാജാവിനെ കൗരവ സൈന്യം ഭംഗിയായി ഒരു ക്ഷതവും തെറ്റാതെ ഒളിപ്പിച്ചു വെച്ചു. വൈകുന്നേരമായി. ആ സമയത്ത് സന്ധ്യ ആവാറായി. ആ സന്ധ്യ ആയിട്ടില്ല. ആ സമയത്ത് കൗരവപക്ഷത്ത് വലിയ സന്തോഷാണ്. കാരണം എന്താണ്? അർജുനന് ഇതുവരെയും ആ സിന്ധുരാജന്റെ നേർക്ക് അസ്ത്രം പ്രയോഗിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, കിട്ടൂല. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ, സൂര്യാസ്തമനം ആയിട്ടില്ല. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന് വലിയ വേവലാതി തോന്നി. തന്റെ പ്രിയ സഖാവായിട്ടുള്ള അർജുനൻ ഇന്ന് സിന്ധുരാജനെ കൊല്ലാൻ പറ്റാതെ ജീവൻ ത്യജിക്കേണ്ടി വരും. അത് ആലോചിച്ച സമയത്ത് ഭഗവാൻ തന്റെ ചക്രം കൊണ്ട് സൂര്യനെ ഏതാനും നിമിഷത്തേക്ക് മറച്ചു വെച്ചു. സൂര്യപ്രകാശം ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെയായി. എല്ലാവരും, സന്ധ്യ ആവാറായിരുന്നു, എല്ലാവരും വിചാരിച്ചു സന്ധ്യ ആയി എന്ന് വിചാരിച്ചു. കഴിഞ്ഞു, ഇനി യുദ്ധമില്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യില്ല, ധർമ്മയുദ്ധം നിർത്തും. ധർമ്മയുദ്ധം നിർത്തുകയാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒളിവിൽ നിന്ന് സിന്ധുരാജൻ പുറത്തു വന്നു. ആ സമയത്ത് ഭഗവാൻ വീണ്ടും ചക്രത്തെ മാറ്റി സൂര്യപ്രകാശത്തെ തിരിച്ചു കൊണ്ടുവന്നു. ആ വെളിച്ചത്തില് സിന്ധുരാജനെ കണ്ടുപിടിച്ച അർജുനൻ അമ്പെയ്തു. സിന്ധുരാജന്റെ തല അവിടെ തന്നെ തപസ്സിരുന്നിരുന്ന സിന്ധുരാജന്റെ അച്ഛന്റെ മടിയിൽ കൊണ്ടുപോയിട്ട് വീഴ്ത്തിച്ചു. അത്ര ഭംഗിയായിട്ട്. ആ തല നിലത്ത് വീണാൽ വേറെ പലതും സംഭവിക്കും, അതില്ലാതിരിക്കാൻ അത്രയ്ക്കും ഭഗവാൻ ചക്രസ്ഥഗിത രവി മഹാനായിട്ടുള്ള സൂര്യനെ, തീ പോലെ തിളച്ച് ചൂട് വമിക്കുന്ന സൂര്യനെ ഭഗവാൻ ചക്രം ഉപയോഗിച്ച് നിർത്തിവെച്ചു. എന്നിട്ട് പ്രാർത്ഥയത് സിന്ധുരാജനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി. അതുമാത്രാണോ? നാഗാസ്ത്രേ കർണമുക്തേ
ഒരു അവസരത്തില് കർണൻ നാഗാസ്ത്രം തൊടുത്തു. ആ നാഗാസ്ത്രം അർജുനന്റെ കഴുത്ത് ഛേദിച്ചു പോണ്ടതായിരുന്നു. അതവിടെ തൊടുത്ത സമയത്തേക്ക് അതിന്റെ ഗതി മനസ്സിലാക്കിയ ഭഗവാൻ അർജുനന്റെ തേരിനെ തന്റെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി ഭൂമിയിലേക്ക് ആ തേരിനെ താഴ്ത്തി അർജുനന്റെ തല കാണേണ്ട സ്ഥലത്ത്, കഴുത്ത് കാണേണ്ട സ്ഥലത്ത് ഇപ്പോ കിരീടത്തിന്റെ അറ്റം മാത്രമേ ഉള്ളൂ. കാരണം എന്താ, അത്രയും ആ തേരിനെ താഴ്ത്തി. അങ്ങനെ ചെയ്തത് കാരണം ആ അസ്ത്രം അർജുനന്റെ കിരീടം തെറിപ്പിച്ചു കടന്നുപോയി. അർജുനനെ ഒന്നും ചെയ്യാൻ ആ നാഗാസ്ത്രത്തിന് പറ്റിയില്ല. കർണന്റെ കയ്യിലുള്ള വലിയൊരു അസ്ത്രമായിരുന്നു അതങ്ങനെ നഷ്ടപ്പെട്ടു. നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ, ക്ഷിതിയെ ഭൂമിയെ താഴ്ത്തിയിട്ട് നമസ്കരിപ്പിക്കുന്ന പോലെ ക്ഷിതിയെ താഴ്ത്തി കൊടുത്തു. കേവലം കൃത്തമൗലിം, അത് അർജുനന്റെ കിരീടം മാത്രം സ്പർശിച്ച് ഛേദിച്ച് കടന്നുപോയി. തത്രാപി പാർത്ഥം, അങ്ങനെ രക്ഷിച്ചു പാർത്ഥനെ. കിമിവ നഹി ഭവാൻ പാണ്ഡവാനാം അകാർഷിത്, ഈ പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ ചെയ്യാത്തതായിട്ട് എന്തുണ്ട്? എന്തും ചെയ്യും ഭഗവാൻ പാണ്ഡവന്മാർക്ക് വേണ്ടി. ഭക്തരാണ് പാണ്ഡവന്മാര്, അതുകൊണ്ട് നല്ലവരാണ്, സാത്വികരാണ്. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യുദ്ധാദൗ തീർത്ഥഗാമി സഖലു ഹലധരോ നൈമിഷ ക്ഷേത്രം നൃച്ഛന്ന പ്രത്യുത്ഥായി സൂതക്ഷയകൃതസുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഘ്നം ബല്വലം പർവണി പരിദളയൻ സ്നാനതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധന രണമശമം വീക്ഷയാത പുരീം തേ. ഈ 9ാമത്തെ ശ്ലോകത്തിൽ ബലഭദ്രരെ പറ്റി മാത്രമാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മളിങ്ങനെ കാണും, ഭഗവാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഏതാനും അധ്യായങ്ങൾ ബലഭദ്രരെ പറ്റിയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ബലഭദ്രരുടെ ശിഷ്യനാണ് ദുര്യോധനൻ. ബലഭദ്രരുടെ അച്ഛന്റെ പെങ്ങളുടെ മക്കളാണ് പാണ്ഡവന്മാര്. കൃഷ്ണന്റെ സുഹൃത്തുക്കളാണ് പാണ്ഡവന്മാര്, വേണ്ടപ്പെട്ടവരാണ്. ദുര്യോധനൻ ശിഷ്യൻ എന്നുള്ള നിലയിലും വേണ്ടപ്പെട്ടവനാണ്. അവര് തമ്മിലുള്ള യുദ്ധം കാണാൻ വയ്യാന്ന് വിചാരിച്ച ബലരാമസ്വാമി അവിടുന്ന് ഇറങ്ങി പോവാണ്. കുരുക്ഷേത്രത്തിൽ നിന്നൊക്കെ വിട്ടിട്ട്, അതായത് ഹസ്തനപുരത്തു നിന്നും ദ്വാരകയിൽ നിന്നും ഒക്കെ വിട്ടിട്ട് ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു പോവാണ്. എനിക്കിത് കാണാൻ വയ്യ, ഇവര് തമ്മിലുള്ള യുദ്ധം, രണ്ടും വേണ്ടപ്പെട്ടവരാണ്. അങ്ങനെ പോണ സമയത്ത് തീർത്ഥയാത്രയ്ക്കാണ് പോണത് എന്ന് പറഞ്ഞു പോയപ്പോ ശരിക്കും തീർത്ഥയാത്ര ചെയ്യേണ്ട ഒരു അവസരം വന്നു. അതെന്താ വെച്ചാല്, യാത്ര ചെയ്ത് നൈമിഷാരണ്യത്തിൽ എത്തിയ സമയത്ത് അവിടെ പുരാണം സൂതൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോമഹർഷണൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂതൻ അവിടെ ഇരുന്നിട്ട് പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുരാണത്തിന്റെ പറയാനുള്ള അധികാരം അവർക്കുണ്ട്. പുരാണം പറയുന്ന സമയത്ത് ആര് വന്നാലും എഴുന്നേറ്റ് നിൽക്കേണ്ട, കാരണം വ്യാസര് രചിച്ച പുരാണങ്ങളാണ് പറയുന്നത്. ഇരുന്ന് പറയുന്ന ആ ആസനത്തിന്റെ സീറ്റിന്റെ പേരാണ് വ്യാസപീഠം. വ്യാസപീഠത്തിൽ ഇരുന്നിട്ടാണ് പറയുന്നത്. അപ്പോ എണീറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല ആര് വന്നാലും. ബലരാമസ്വാമി വന്നപ്പോ ഈ സൂതൻ എഴുന്നേറ്റ് നിന്നില്ല. പക്ഷെ ബലരാമസ്വാമിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല. അറിയാണ്ട് തന്റെ കയ്യിലുള്ള ഹലായുധം കൊണ്ട്, കലപ്പ കൊണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ ആയുധം, അതുകൊണ്ട് ആ സൂതനെ വധിച്ചു. വധിച്ച സമയത്ത് അവിടെ കൂടിയിരുന്ന മുനിമാരൊക്കെ പറഞ്ഞു, അയ്യോ ഭഗവാനെ, അവിടുന്ന് എന്താ ചെയ്തത്? മഹാ തെറ്റാണ് ചെയ്തത്. എഴുന്നേറ്റില്ല എന്നുള്ളത് ഒരു തെറ്റല്ല, അങ്ങേക്ക് തോന്നിയതാണ് അത് തെറ്റാണെന്ന്. അവിടുന്ന് ചെയ്തത് തെറ്റ്. അതുകൊണ്ട് അതിനൊരു പശ്ചാത്താപം എന്നുള്ള നിലയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തീർത്ഥയാത്ര തുടങ്ങിക്കോളൂ. തീർത്ഥയാത്രയ്ക്കുള്ള കാരണം അവിടെ കിട്ടി. ആദ്യം തീർത്ഥയാത്ര എന്ന് പറഞ്ഞ് പുറപ്പെട്ടു, ഇപ്പൊ കാരണം കിട്ടി. അങ്ങനെ ഭഗവാൻ ആ സമയത്ത് തന്നെ ബല്വലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ കൊല്ലുന്ന കഥ കൂടി പറയേണ്ട ഭാഗവതത്തിലുണ്ട്. എല്ലാ ബലി കൊടുക്കേണ്ട ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ബലി കൊടുക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ പുറപ്പെടുന്ന സമയത്ത് അതിന്റെ പൂജകളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് അത് മുഴുവനും വൃത്തികേടാക്കി പൂജാദികളെ മുടക്കണ ഒരു സ്വഭാവക്കാരനായിരുന്നു ബല്വലൻ. അയാളെ കൊല്ലും. ഇതൊക്കെ ഭാഗവതത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭഗവാൻ അങ്ങനെ ബലരാമസ്വാമി അങ്ങനെ പല തീർത്ഥങ്ങളിലും സഞ്ചരിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോ വിചാരിച്ചു ഒരു വർത്തമാനം കിട്ടുന്നില്ലേ എവിടുന്നും.
മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു വന്നു. മഹാഭാരത യുദ്ധത്തിന്റെ അവസാന സമയമായിരുന്നു അത്. അതായത് യുദ്ധം കഴിഞ്ഞു, എന്നിട്ടൊരു തടാകത്തിൽ കിടക്കുകയായിരുന്നല്ലോ ദുര്യോധനൻ. ആ സമയത്ത് യുദ്ധത്തിന്റെ അവസാന ഭാഗത്ത് ഭീമസേനന്റെ ഗദ കൊണ്ടുള്ള അടി കൊണ്ടത് ദുര്യോധനന്റെ തൊടയിലാണ്. അങ്ങനെ തൊടയിൽ ഒടിഞ്ഞ് ഒരു യുദ്ധഭൂമിയുടെ വക്കത്തുണ്ടായിരുന്ന ഒരു ചെറിയൊരു ചോലയില്, ഒരു തടാകത്തില് അതിലേക്ക് ഇറങ്ങി കിടക്കുകയാണ് അദ്ദേഹം. അവര് തമ്മിലുള്ള യുദ്ധം കാണാൻ വേണ്ടി ആ സമയത്തേക്ക് അവിടെ എത്തി. എന്തൊന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചു, അത് തന്നെ അവസാനം കാണേണ്ടി വന്നു ഈ ശ്ലോകത്തില്. പിന്നെ 10ാമത്തെ ശ്ലോകത്തില് സംസുപ്ത ദ്രൗപദേയക്ഷപണഹതതിയം ദ്രൗണിമേത്യത്വദുക്ത്യാ തന്മുക്തം രാമമസ്ത്രം സമഹൃദ വിജയോ മൗലിരത്നം ജജഹ്രേ ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനരപി ച വിശത്യുത്തരാഗർഭമസ്ത്രേ രക്ഷന്നങ്കുഷ്ടമാത്ര കില ജഠരമകാശ്ചക്രപാണിർവിഭൂത്വം. യുദ്ധം കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് രാത്രി ദ്രൗപദിയുടെ പുത്രന്മാരെല്ലാവരും യുദ്ധഭൂമിയിൽ അന്ന് അവർ താമസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. യുദ്ധകാലത്ത് താമസിക്കാൻ വേണ്ടി കെട്ടിയിരുന്ന ശിബിരത്തില് അറിയാതെ അന്ന് അവിടെ താമസിച്ചു പോയി. അന്ന് രാത്രി അശ്വത്ഥമാവ് വന്നിട്ട് ദ്രോണാചാര്യരുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥമാവ് വന്നിട്ട് ആ കുട്ടികളെ മുഴുവനും ഉറങ്ങുന്ന സമയത്ത് കൊന്നു. രാവിലെ ആയ സമയത്ത് അർജുനൻ അശ്വത്ഥമാവിനെ തേടിപ്പോയി. പോയ സമയത്ത് അർജുനൻ തന്റെ പിന്നാലെ വരുന്നു എന്ന് കണ്ട സമയത്ത് ബ്രഹ്മാസ്ത്രം അയച്ചു അർജുനന്റെ നേർക്ക്. ഭഗവാൻ പറഞ്ഞു അർജുനനോട്, ആ ബ്രഹ്മാസ്ത്രത്തെ പിൻവലിക്കൂ. ഇത് തൊടുത്ത് വിട്ട അശ്വത്ഥമാവിന് അറിയില്ല അത് പിൻവലിക്കാൻ, നീ പിൻവലിക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതുപോലെ ആ അസ്ത്രത്തെ അടക്കി അർജുനൻ തന്റെ കഴിവുകൊണ്ട്. എന്നിട്ട് അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടി കൊല്ലില്ല. ബ്രാഹ്മണനാണ്, കൊല്ലില്ല. അതിന് പകരം അശ്വത്ഥമാവിന്റെ തലയിലുണ്ടായിരുന്ന, ജനിക്കുമ്പോ തന്നെ ഉണ്ടായിരുന്ന ഒരു മണി, അത് പറിച്ചെടുത്തു. എന്നിട്ട് അശ്വത്ഥമാവിനെ അവമാനിച്ചു. അത് കൊല്ലണതിന് തുല്യമായിരുന്നു. ആ സമയത്ത് വീണ്ടും അശ്വത്ഥമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം ജപിച്ചയച്ചു. ഇത്തവണ അത് ചെന്ന് വീഴാൻ പോണത് അഭിമന്യുവിന്റെ പത്നിയായ ഉത്തരയുടെ ഗർഭത്തിലേക്കാണ്. ഉത്തരയുടെ ഗർഭത്തിലാണ് പരീക്ഷിത്ത് കിടക്കുകയാണ്. പരീക്ഷിത്താണ് ഇനി പാണ്ഡവന്മാരുടെ ഈ 5 പാണ്ഡവന്മാര് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കുട്ടികളും എല്ലാവരും നശിച്ചുപോയി. ഇനി ഈ 5 പേരുടെ കാലശേഷം പാണ്ഡവ വംശം നിലനിർത്തേണ്ടത് ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷിത്താണ്. ആ പരീക്ഷത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് അശ്വത്ഥമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം അയച്ചത്. ഭഗവാൻ വേഗം ഒരു ചെറിയ അങ്കുഷ്ടമാത്രനായിട്ട്, ചെറിയ തള്ളവിരലിന്റെ വലുപ്പത്തില്, പക്ഷെ ശംഖുചക്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഉത്തരാദേവിയുടെ ഗർഭത്തില് ആ കുട്ടിയുടെ കണ്ണിന്റെ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് കരിഞ്ഞു പോയ ആ ബാലൻ വീണ്ടും ജീവിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ജീവിച്ചു വന്നു. ആ കഥയാണ് ഇവിടെ പറയണത്. സംസുപ്ത ഉറങ്ങിക്കൊണ്ടിരുന്ന ദ്രൗപദിയുടെ പുത്രന്മാരെ ക്ഷപണ ഹതതീയം ദ്രൗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രോണരുടെ പുത്രൻ അവരെ കൊന്നു. അത് ആ സമയത്ത് പിടിക്കാൻ വേണ്ടി പോയ അർജുനന്റെ നേർക്ക് അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം അയച്ചു. അശ്വത്ഥമാവിനാൽ അയക്കപ്പെട്ട ബ്രഹ്മാസ്ത്രം അതിനെ വിജയനോട്, അതായത് അർജുനനോട് അതിനെ ഒതുക്കാൻ വേണ്ടി പറഞ്ഞു. ഒതുക്കി. എന്നിട്ട് അശ്വത്ഥമാവിന്റെ മൗലിരത്നം അപഹരിച്ചു. മൗലിരത്നം ജഹ്രേ എന്ന് പറഞ്ഞാൽ അപഹരിച്ചു, എടുത്തു. ഉച്ഛിത്യൈ പാണ്ഡവാനാം പുനരപിച്ച, വീണ്ടും അശ്വത്ഥമാവ് വീണ്ടും അസ്ത്രം അയച്ചു. ഇപ്പോ ആരുടെ നേർക്ക്? ഉത്തരാഗർഭത്തിലേക്ക് അയച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? രക്ഷൻ അങ്കുഷ്ടമാത്ര, വെറും ഒരു തള്ളവിരലിന്റെ വലുപ്പത്തിലുള്ള ഒരു രൂപം ധരിച്ചിട്ട് ആ ദേവിയുടെ ജഠരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഭഗവാൻ ആ കുഞ്ഞിന് ചക്രായുധവും ചതുർഭുജനായി നിന്ന് തന്നെ കാണിച്ചു കൊടുത്ത് ആ കുട്ടിയെ ജീവിപ്പിച്ചു. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ അവസാനം പറയുന്നു,
ധർമ്മൗഘം ധർമ്മസൂനോരഭിദദ അഖിലം ഛന്ദമൃത്യുസ്സ ഭീഷ്മസ്ത്വാം പശ്യൻ ഭക്തിഭൂമ്നൈവ ഹി സപതി യയൗ നിഷ്കളബ്രഹ്മഭൂയം സംയോജ്യാധാശ്വമേധൈ ത്രിഭിരതിമഹിതൈർ ധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരപതേ പാഹിമാം സർവരോഗാത്. അതൊക്കെ കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞ ശേഷം യുധിഷ്ഠിരന് വലിയ മനസ്താപം തോന്നി. ഇത്രയും പേര് ഈ യുദ്ധത്തിന് മരിച്ചത് തനിക്ക് രാജ്യം കിട്ടാൻ വേണ്ടി താൻ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി യുദ്ധം ചെയ്തതുകൊണ്ടാണ്. മനസ്സ് വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ തോന്നില്ല, രാജ്യമൊന്നും ഭരിക്കാൻ തോന്നില്ല. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നമുക്കൊന്ന് പോയി ഭീഷ്മരെ പോയി കാണാം. ഭീഷ്മര് പിതാമഹനാണ്, വലിയ യോദ്ധാവാണ്. ഇപ്പോഴും കുരുക്ഷേത്രത്തില് വീണ് കിടക്കുകയാണ് ശരശയ്യയില്. തന്റെ മരണം തനിക്ക് ചൂസ് ചെയ്യാനുള്ള അനുഗ്രഹമുണ്ട് ഭീഷ്മർക്ക്. ഉത്തരായനം വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അത് മാത്രല്ല, ഭഗവാനെ കൺകുളിർക്കി ഒന്ന് കാണണം, കണ്ടിട്ട് വേണം. യുദ്ധസമയത്ത് കണ്ടിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് വീണ ശേഷം ഒന്ന് നന്നായിട്ട് കൺകുളിർക്ക ഭഗവാനെ കാണണം. ഭഗവാനെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ കിട്ടുന്ന സമയത്തും ശരീരം ഉപേക്ഷിക്കണം. അതിനുവേണ്ടി അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് യുധിഷ്ഠിരാദികളെയും കൊണ്ട് ഭഗവാൻ അവിടെ ചെല്ലുന്നത്. യുധിഷ്ഠിരന് അഖില ധർമ്മം ഒന്നൊഴിയാതെ എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുത്തു. അതിൽ പലതും ധർമ്മരാജൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതാണ്, അനുഷ്ഠിക്കേണ്ടാത്തതാണ്. എല്ലാ ധർമ്മങ്ങളും, രാജാവിന്റെ ധർമ്മം, സ്ത്രീകളുടെ ധർമ്മം, സന്യാസിമാരുടെ ധർമ്മം എല്ലാം ഉപദേശിച്ചു കൊടുത്തു. ധർമ്മസൂനോരഭിധത് അഖിലം, എല്ലാ ധർമ്മവും ഉപദേശിച്ചു കൊടുത്തു. സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ഭീഷ്മര്. അങ്ങനെയുള്ള ഭീഷ്മര് ഭഗവാനെ കണ്ണിന്റെ മുമ്പിൽ കണ്ട് ആ കാഴ്ച ആസ്വദിച്ചിട്ട് ഭക്തിയുടെ ഉത്തുംഗതയിൽ നിന്നുകൊണ്ട് തന്റെ ശരീരം ഉപേക്ഷിച്ചു. ഭഗവാനിൽ നിഷ്കള ബ്രഹ്മഭൂയം ഭഗവാനിൽ ലയിച്ചു. സംയാജ്യാധാശ്വമേധൈ ത്രിഭി, 3 അശ്വമേധങ്ങള് ഭഗവാൻ അതിനുശേഷം യുധിഷ്ഠിരനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ധർമ്മജം പൂർണ്ണകാമം, ധർമ്മജനെ അങ്ങനെ പൂർണ്ണകാമനാക്കി തീർത്തു. ഇനി ധർമ്മജൻ ഇനി ഒന്നും തന്നെ ആഗ്രഹിക്കാനില്ല, ആ വിധത്തിലാക്കി തീർത്തു. അതിനുശേഷം ഭഗവാൻ സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരപതേ, ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് അതിനുശേഷം ദ്വാരകയിലേക്ക് മടങ്ങിച്ചെന്നു. പാഹിമാം സർവരോഗാത്, എന്നെ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അങ്ങനെ 11 ശ്ലോകങ്ങളുള്ള ഇത് മഹാഭാരത യുദ്ധം ഒരുവിധം മുഴുവനും, അതിന്റെ പ്രതീതി മുഴുവനും നമുക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ കവർ ചെയ്തിട്ടാണ് ആ കഥ മുഴുവനും മേൽപ്പത്തൂർ ആചാര്യൻ സംക്ഷേപിച്ച് പറഞ്ഞതൊക്കെ നമുക്ക് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗുരുവായൂപുരാധീശ പ്രസീദ കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ ത്വയി സർവം സമർപ്പിതം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.